നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡ് റിയൽ ഒവൈഡോയെ തോൽപ്പിച്ചു, 2 ഗോളിന് തോൽപ്പിച്ചു. ഗാർഷിയും ജൂഡ് ബെല്ലിംഗ്ഹാമുമാണ് ഗോളടിച്ചത്. റയൽ മാഡ്രിഡ് ഇപ്പോൾ ലാലിഗ കിരീടം പോയതിനു ശേഷം ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ജയിച്ചു വന്നു. ഉടൻ തന്നെ ജയിച്ചതിന് തൊട്ടടുത്ത നിമിഷം തന്നെ അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പയും കോച്ച് ആർബിലോയും തമ്മിൽ കടുത്ത വാക്കുതർക്കാണ്. എംബാപ്പയെ ഫസ്റ്റ് 11 കളി തുടങ്ങുമ്പോൾ തന്നെ ഇറക്കിയില്ല. 68ാമത്തെ മിനിറ്റിലാണ് ഇറക്കിയത് കോച്ച്. ഇതോടെ കളി കഴിഞ്ഞതും എംബാപ്പയെ തോന്നിയതൊക്കെ പറഞ്ഞു, തോന്നിയതൊക്കെ പറഞ്ഞു എന്ന് നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ, പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അതായത് ആർബിലോവ പറഞ്ഞു, ഞാൻ വെറും ഒരു 4ാം സ്ട്രൈക്കർ മാത്രമാണ് ടീമിൽ, അപ്പോൾ കോച്ചിന് തോന്നുമ്പോഴേ ഇറക്കുള്ളൂ, എനിക്കത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് കോച്ച് പറഞ്ഞു. അതുപോലെ കോപ്പ ഡെൽ റേ മത്സരത്തിൽ ഏറ്റവും ലോവർ ഡിവിഷൻ ടീമിനോട് തോറ്റ് റയൽ മാഡ്രിഡ് പുറത്തു പോകേണ്ട കാരണം എന്താണ്? അന്ന് എനിക്ക് വിശ്രമം തന്നു, വിശ്രമം വേണമെന്ന് ആളുകൾ മുറവിളി കൂട്ടി എംബാപ്പയ്ക്ക് വിശ്രമം തന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? തോറ്റില്ലേ ടീം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞാനിപ്പോൾ അത്ര വലിയ കളിക്കാരനല്ലെങ്കിൽ അങ്ങനെ, എനിക്ക് ഇതൊന്നുമില്ല, എനിക്കതിൽ പരാതിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നോടുള്ള സമീപമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന നിലയിലൊക്കെ എംബാപ്പെ പറഞ്ഞു. ആർബിലോവയുടെ പ്രസ് മീറ്റ് കാണാറില്ലേ, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ കാണാറില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, ഇല്ല, ഞാൻ ആർബിലോവയുടെ പ്രസ് മീറ്റ് ഒന്നും കാണാറില്ല, എൻ്റെ വീട്ടിൽ ഫ്രഞ്ച് ടി വി ആണ്, സ്പാനിഷ് ടി വി അല്ല എന്നൊക്കെ കളിയാക്കി പറഞ്ഞു. എംബാപ്പെ പറഞ്ഞതിൻ്റെ ചുരുക്കം, അദ്ദേഹത്തെ ഫസ്റ്റ് 11 ഇറക്കിയില്ല, അത് അയാളെ അപമാനിച്ചതാണ്. 4ാമത്തെ സ്ട്രൈക്കർ മാത്രമായിട്ടാണ് എന്നെ തന്നെ കാണുന്നത്, താനൊരു സൂപ്പർ താരമാണ്, ഇതൊന്നും മാനിച്ചില്ല എന്നുള്ളതൊക്കെയാണ്. ഇതിന് മറുപടിയായി ആർബിലോവ വന്നു. ആർബിലോവ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, എംബാപ്പയുടെ തെറ്റിദ്ധാരണയാണ്, എൻ്റെ ടീമിൽ എനിക്ക് 4 സ്ട്രൈക്കർമാരാണ് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, എംബാപ്പെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞു. ഒപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞു പുള്ളി, ഞാനാണ് ഈ ടീമിൻ്റെ കോച്ച്, ഞാൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം ഞാൻ തീരുമാനിക്കുന്ന ആളുകളെ എവിടെ, എങ്ങനെ, എപ്പോൾ കളിപ്പിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുക, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എംബാപ്പയ്ക്ക് ഇനി പുതിയ കോച്ച് വരുന്ന കാലത്ത് എംബാപ്പെ അയാളുടെ ഇഷ്ടം നടന്നോട്ടെ, പക്ഷേ ഞാനാണ് ഈ ടീമിൻ്റെ കോച്ചെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നതാണ് ഇതിൽ നടക്കുക എന്ന് ആർബിലോവയും പറഞ്ഞു. എന്തായാലും മൊത്തത്തിൽ കോച്ചും എംബാപ്പയും തമ്മിൽ രസത്തിലല്ല എന്ന ഇങ്ങനെ പല രഹസ്യം പറച്ചിലുകളുണ്ടായിരുന്നു. അതിപ്പോൾ പരസ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി, എംബാപ്പയും കോച്ചും തമ്മിൽ അത്ര സുഖത്തിലല്ല. റയൽ മാഡ്രിഡിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഡ്രസ്സിംഗ് റൂമിലെ തല്ല്, അങ്ങനെ തല പൊട്ടിച്ചത്, വാൽവർദയുടെ തല ചൗമേനി പൊട്ടിച്ചത്, ഇതൊക്കെ അങ്ങനത്തെ പ്രതിസന്ധി ഒരുപാട് കിടക്കുമ്പോഴാണ് വീണ്ടും ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എംബാപ്പയും കോച്ചും തമ്മിലുള്ള ഈ വിഷയം. എന്തായാലും അവർ നല്ല വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല റയൽ മാഡ്രിഡ്, എംബാപ്പയും കോച്ചും എന്നുള്ളത് വ്യക്തമാണ്.